എസ് അച്യുതാനന്ദൻ CPM സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടരും. VS-നെ ഒഴിവാക്കിയെന്ന വാർത്ത തെറ്റെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കളുടെ കാര്യത്തിൽ CPM തീരുമാനമെടുക്കുമ്പോൾ അതിൽ ആദ്യ പേര് VS-ന്റേതാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VS ഇന്ന് ജീവിച്ചിരിക്കുന്ന CPIM രൂപീകരണത്തിലേക്ക് എത്തിയ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 സഖാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് VS-ന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറയേണ്ട വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ്. ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അതിൽ ഒന്നാമത്തെ പേര് VS-ൻ്റെതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, നമുക്കറിയാം VS കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാണ്, പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സജീവമായി ഇതിലൊന്നും ഇല്ലാതിരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവായി ആദ്യ പേര് തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ഒപ്പം മുതിർന്ന നേതാക്കളെ, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 75 വയസ്സിൻ്റെ പ്രായപരിധിയിൽ ഒഴിവാക്കപ്പെട്ട നേതാക്കളെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും പാർട്ടി ഉണ്ടാക്കുമെന്ന് പറയുന്നു. എങ്ങനെ നമുക്കതിനെ വിശദീകരിക്കാൻ സാധിക്കും? മാർഷൽ, VS-നെ സംബന്ധിച്ചിടത്തോളം അവസാനമായി അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ സജീവമായി പങ്കെടുത്തത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലാണ്. അത് നമുക്കറിയാം. അതിനുശേഷം വന്ന സംസ്ഥാന സമ്മേളനത്തിൽ, എറണാകുളത്തെ സമ്മേളനത്തിലൊന്നും തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് സജീവമായി ഇറങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ മകൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. വിശ്രമ ജീവിതം നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് അടുത്തറിയാവുന്നവർക്കറിയാം, മാർഷലിന് ഉൾപ്പെടെ അറിയാം, അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ കൂടുതൽ സജീവമായി ഇറങ്ങുന്നതിന് വേണ്ടി ഒന്നും കഴിയില്ല. പക്ഷേ പാർട്ടി കൃത്യമായി കഴിഞ്ഞ സമ്മേളനത്തിലും അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. CPM-ന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് സമ്മേളനം കഴിയുന്നു. ഇനി പാർട്ടി കോൺഗ്രസിലേക്കാണ് കടക്കുന്നത്. പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയ ക്ഷണിതാക്കളെ നിയോഗിക്കുക. അതിൽ ഒന്നാം പേരുകാരനായി VS ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ AK ബാലൻ, PK ശ്രീമതി അടക്കമുള്ള പാർട്ടിയിൽ സജീവമായി ഇത്രയും നാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ 5 വയസ്സ് പിന്നിട്ടു എന്ന ഒരു മാനദണ്ഡത്തിന്റെ പേരിൽ മാറുന്നു. അവരെയും കൃത്യമായി പാർട്ടി അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചുമതല ഒരുപക്ഷെ ക്ഷണിതാവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചുമതല നൽകിക്കൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അത് VS-ന്റെ കാര്യത്തിലും ഉറപ്പായിരുന്നു. നേരത്തെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ VS-നെ ഈ ഫോട്ടോയിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലൊന്നും VS-ൻ്റേതായിട്ടുള്ള ഒരു മുഖം നൽകിയില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം തള്ളിക്കൊണ്ട് അനാരോഗ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പാർട്ടി അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകി മാറ്റുന്നത് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.